Welcome back to Leap by IAS Factor. So, current affair MCQs le first question. Gold nano clusters. See, recently പത്രം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അതിനകത്ത് ന്യൂസ് ഉണ്ടായിരുന്നു. സോ സയൻസ് ആൻഡ് ടെക്നോളജി ഏരിയയിൽ നിന്ന് കൂടുതലും UPSC ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? സോ ഇവിടെ ചോദ്യം ഗോൾഡ് നാനോ ക്ലസ്റ്റേഴ്സ് ഫൈൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീൽഡ്സ്. ഇതിൽ ഏതൊക്കെ ഫീൽഡുകളിലാണ് ഗോൾഡ് നാനോ ക്ലസ്റ്ററിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. ഏർലി ഡിറ്റക്ഷൻ ഓഫ് പാർക്കിൻസൺസ് ഡിസീസ്, ക്യാൻസർ തെറാപ്പി, ഡിറ്റക്ഷൻ ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസ്, ഫോട്ടോ കാറ്റലിസിസ് ആൻഡ് ഫ്ലൂറസെന്റ് ബയോ ഇമേജിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. യൂഷ്വലി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഓൾ ദി എബോവ് ആൻസർ അടിക്കാം എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനെ ആപ്ലിക്കേഷൻ ചോദിച്ചു വരുമ്പോൾ പൊതുവിൽ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ കേട്ടിട്ടുള്ളാവും വാക്ക്. ഇപ്പം ഗോൾഡ് നാനോ ക്ലസ്റ്റർ എന്നോ അല്ലെങ്കിൽ കാർബൺ നാനോ ട്യൂബ് എന്നോ ഒക്കെ നമ്മൾ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. ആ കേട്ട വാക്കുകളുടെ പക്ഷേ കൂടുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് അറിയണം എന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വിയേഡായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ, അതായത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ തരത്തിന് അത്രയ്ക്ക് വിയേഡായിട്ട്, അതായത് യാതൊരു കാരണവശാലും നമുക്ക് ഇതും തമ്മിൽ ബന്ധിപ്പിക്കാനോ ചിന്തിക്കാനോ പോലും കഴിയാത്ത എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അതിനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പം പൊതുവെ സയൻസിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ ഇപ്പോൾ ഒരു സാധനത്തിന് മൾട്ടിപ്പിൾ ഫീൽഡുകളിൽ ആപ്ലിക്കേഷൻ ഉണ്ടാവാം അല്ലേ, ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നിനെയും തള്ളിക്കളയാനൊക്കത്തില്ല. ഇപ്പോൾ AI ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ? AI കഥ എഴുതാം, കവിത എഴുതാം, പാട്ടുണ്ടാക്കാം, ഇപ്പം ഒരു സിനിമ വരെ ഉണ്ടാക്കാം, അങ്ങനെ എന്തും പറ്റും AI കൊണ്ട്. അപ്പം അതിനകത്തുനിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സ്കോപ്പ് കുറവാണ്. അതുകൊണ്ടാണ് പൊതുവെ പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഇങ്ങനെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഓൾ ദി എബോവ് അടിക്കാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇവിടെയും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. കാരണം ന്യൂസ് വന്നിരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഗോൾഡ് നാനോ ക്ലസ്റ്റേഴ്സ് പാർക്കിൻസൺസ് ഡിസീസിന്റെ ഏർലി ഡിറ്റക്ഷന് സഹായിക്കുന്നുണ്ട്. സോ പാർക്കിൻസൺസ് ഡിസീസിനെ കുറിച്ച് ബേസിക് കാര്യങ്ങളൊന്നും നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഒരുപാട് ന്യൂസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇതിനെ കുറിച്ചിട്ട് പലയിടത്തും വരുന്നുണ്ട്. അത് ഹിന്ദുവിൽ മാത്രമല്ല പലയിടത്തും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചൊരു ചോദ്യം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പം ഗോൾഡ് നാനോ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയ ഗോൾഡ് പാർട്ടിക്കിൾസിനെയാണ് ഇത് വിളിക്കുന്നത്. സോ ദീസ് ആർ അൾട്രാ സ്മോൾ ക്ലസ്റ്റേഴ്സ് ഓഫ് സെവറൽ ടു 100 ഗോൾഡ് ആറ്റംസ് വിത്ത് ഡയമെൻഷൻസ് അറൌണ്ട് 2 നാനോമീറ്റർ. 2 നാനോമീറ്റർ വരെ വലിപ്പമുള്ള അല്ലെങ്കിൽ സൈസുള്ള ഗോൾഡ് ആറ്റംസിന്റെ ഒരു ക്ലസ്റ്റർ, അൾട്രാ സ്മോൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അത്രയും ചെറിയ ക്ലസ്റ്റർ ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗോൾഡ് നാനോ ക്ലസ്റ്റർ എന്ന് വിളിക്കുന്നത്. സോ അത് പാർക്കിൻസൺസിന്റെ ഏർലി ഡിറ്റക്ഷന് സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ റൈറ്റ് നൗ ന്യൂസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അത് കൂടാതെ ക്യാൻസർ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ കാറ്റലിസിസ്, അതായത് കാറ്റലിസ്റ്റ് ആയിട്ട് മീൻസ് ലൈറ്റിന്റെ പ്രസൻസിൽ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക്, അതാണ് ഫോട്ടോ കാറ്റലിസിസ്. സോ ഫോട്ടോ കാറ്റലിറ്റിക് റിയാക്ഷൻസിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്ലൂറസെന്റ് ബയോ ഇമേജിംഗ്, നമ്മുടെ സ്കാനിങ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ സ്കാനിങ് ടെക്നോളജീസിലും ഗോൾഡ് നാനോ ക്ലസ്റ്റേഴ്സിന് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1, 2, 3, 4 and 5. അപ്പൊ ഇതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ന്യൂസ് വരാനുള്ള വലിയ സാധ്യതകളുണ്ട്, ശ്രദ്ധിച്ചു വെക്കുക. Consider the following statements about National Sample Survey. ഒരു വർഷം പത്രം എടുത്തു കഴിഞ്ഞാൽ എക്കണോമി പരമായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാക്കായിരിക്കും നാഷണൽ സാമ്പിൾ സർവേ. അതിനെക്കുറിച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് രണ്ട് സ്റ്റേറ്റ്മെന്റിലായിട്ട് തന്നിരിക്കുന്നത്. സോ NSS അണ്ടർ ദി മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് കണ്ടക്ട്സ് ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേസ് ഇൻ ഡൈവേഴ്സ് ഫീൽഡ്സ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ്. നമുക്കറിയാം നാഷണൽ സാമ്പിൾ സർവേ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ന്യൂസിൽ കാണുന്നത്. ധാരാളം സർവേകൾ നടത്താറുണ്ട് ഈ സ്ഥാപനം ഇല്ലേ. നാഷണൽ സാമ്പിൾ സർവേ ധാരാളം സർവേകൾ നടത്തി ആ സർവേയുടെയൊക്കെ റിസൾട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് പൊതുവെ ന്യൂസിൽ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലും അത് തന്നെയാണ് പറഞ്ഞത്, കണ്ടക്ട്സ് ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേസ് ഇൻ ഡൈവേഴ്സ് ഫീൽഡ്സ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ്. തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ നോക്കൂ, അണ്ടർ ദി മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നാഷണൽ സാമ്പിൾ സർവേ എന്നാ പേര് അല്ലേ? ആ സാമ്പിൾ സർവേ നമുക്ക് അതിനു വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു സ്പെഷ്യൽ മിനിസ്ട്രി തന്നെ ഇല്ലേ? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, മോസ്പി എന്ന് പറഞ്ഞിട്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയിട്ട് നമുക്കൊരു സെപ്പറേറ്റ് മിനിസ്ട്രി ഉണ്ടപ്പോൾ ഇങ്ങനത്തെ സർവേകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് മോസ്പി ആയിരിക്കത്തില്ലേ? കൺസ്യൂമർ അഫയേഴ്സ് അല്ലല്ലോ. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കൂ. NSS കളക്ട്സ് ഡേറ്റ ഓൺ റൂറൽ ആൻഡ് അർബൻ പ്രൈസസ്. സോ റൂറൽ അർബൻ പ്രൈസുകളെ കുറിച്ച് ഇത് ഡേറ്റ എടുക്കും. ആൻഡ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഇംപ്രൂവ്മെന്റ് ഓഫ് ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ത്രൂ സൂപ്പർവിഷൻ ഓഫ് ഏരിയ എന്യൂമറേഷൻ ആൻഡ് ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേസ് ഓഫ് സ്റ്റേറ്റ് ഏജൻസീസ്. റൂറൽ അർബൻ പ്രൈസസിന്റെ ഡേറ്റ എടുക്കും. ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഏജൻസിയുമായിട്ട് ചേർന്നിട്ട് സർവേകൾ നടത്തും എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഇവർ തന്നെയാണല്ലോ നമ്മുടെ എന്താ ഡിഫറെന്റ് പ്രൈസസിനെ കുറിച്ചുള്ള, അതായത് ഓരോരുത്തരുടെയും വില നിലവാരങ്ങളെ അങ്ങനത്തെ കുറിച്ചുള്ള എല്ലാ ഡേറ്റയും കളക്ട് ചെയ്യുന്ന ആരാണ്? മോസ്പി ആണ്. മോസ്പിക്ക് കീഴിൽ ആരാണ്? നാഷണൽ സാമ്പിൾ സർവേ തന്നെയാണ്. ആൻഡ് ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സിലും ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യാനായിട്ട് അതിനകത്തൊന്നും നമ്മുടെ കയ്യിലില്ല. മനസ്സിലായില്ലേ? കാരണം ഇതിൽ എല്ലാത്തിലും ഡേറ്റ കളക്ട് ചെയ്യുന്നു, സർവേ നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സോ ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് അവരവിടെ നടത്തുന്നത്. സോ അവിടെ നമുക്ക് ലോജിക്കലി എലിമിനേറ്റ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 2 എന്താണ് ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്തല്ലേ പറ്റൂ. സോ ദാറ്റ് മീൻസ് 2 only is the right answer. And national sample survey functions under MOSPI. Already നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, Ministry of Statistics and Program Implementation, and it is headed by a Director General. And ഇവരെങ്ങനെയാണ് ഡാറ്റ പ്രൈമറിലി കളക്ട് ചെയ്യുന്നത്? ഇറ്റ്സ് collected through nationwide household surveys on various socio-economic subjects, annual survey of industries, ഇങ്ങനെ തുടങ്ങിയ ഡിഫറെന്റ് സർവേകൾ നടത്തുന്നുണ്ട് ഈ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് നാഷണൽ സാമ്പിൾ സർവേ. ബേസിക് കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. Consider the following statements regarding iron and steel industry in India. അപ്പോൾ ഇന്ത്യയിലെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചു വെക്കണം, കാരണം ഈ ഇൻഡസ്ട്രി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ന്യൂസിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചോദ്യം വന്നത്. നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ഈസ് വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ക്രൂഡ് സ്റ്റീൽ. ക്രൂഡ് സ്റ്റീലിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ് ഇന്ത്യ എന്ന് പറയുന്നു. ഫാക്ട് അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള അവർക്ക് കണ്ടുപിടിക്കാനൊക്കും. ഇല്ലാത്തവരെ സംബന്ധിച്ച് ഒരു ലോജിക്ക് വർക്കൗട്ട് ചെയ്യിപ്പിക്കുക. ഞാൻ പറഞ്ഞോ, ആസ്പിറൻസിനോടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ പത്രമൊന്നും വായിക്കാത്ത ഒരാളിനോടല്ല. ഒരു ആസ്പിറന്റ്, UPSC ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഏത് രാജ്യത്തായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേര് ചൈന എന്നാണ്. അപ്പം എന്തായാലും ഇന്ത്യ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നിടത്ത് നമുക്കൊരു ഡൗട്ട് അടിച്ചല്ലേ പറ്റൂ. ഇനി അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്പർ കാണിക്കാൻ മാത്രമാണ് ആ സ്റ്റേറ്റ്മെന്റ് തരുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇവിടെ ഈ നമ്പറല്ലേ കാണിക്കുന്നത്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്ലേസ് എന്നുള്ള ആ നമ്പർ, അതായത് ഇന്ത്യയാണ് ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അവിടെ തരാനുള്ള സാധ്യത കുറവല്ലേ? അല്ലേ? ആ ലോജിക്ക് വർക്കൗട്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ, സെക്കൻഡ്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ഈസ് നോട്ട് അവൈലബിൾ ടു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. എന്താണ് PLI സ്കീം? പ്രൊഡക്ഷൻ കൂട്ടുന്നതിനനുസരിച്ച് സർക്കാരിന്റെ സൈഡിൽ നിന്നും ഇൻസെന്റീവ്സ് കിട്ടുന്നു. അപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇന്ത്യയിലെ വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്ന ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടെ വീണ്ടും പ്രൊഡക്ഷൻ കൂട്ടേണ്ടത് ആരുടെ ആവശ്യമാണ്? രാജ്യത്തിന്റെ ആവശ്യമാണ്, സർക്കാരിന്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ PLI സ്കീം ഇല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ലോജിക്കലി കറക്റ്റായി വരുന്നില്ല അല്ലേ? കാരണം അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ബേസിക്, ഹെവി ആൻഡ് ബേസിക് ഇൻഡസ്ട്രിയാണ്. അത് എത്രമാത്രം സ്ട്രോങ് ആവുന്നോ അത്രമാത്രം ഇന്ത്യയുടെ സെക്കൻഡറി സെക്ടർ സ്ട്രോങ് ആവും, ഇന്ത്യയുടെ എക്കണോമി സ്ട്രോങ് ആവും. അപ്പം അങ്ങനെ ഒരു സെക്ടറിൽ PLI സ്കീം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനൊക്കില്ല. അപ്പോൾ 1ഉം 2ഉം എലിമിനേറ്റ് ചെയ്ത സ്ഥിതിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പോയി, ദാറ്റ് മീൻസ് 3 and 4 എന്നുള്ള രീതിയിലേക്ക് ഞാൻ എത്തുക. കാരണം ഞാൻ 1 എലിമിനേറ്റ് ചെയ്യുമ്പം തന്നെ എനിക്ക് എന്ത് കിട്ടി? 3 and 4 എന്നുള്ള ഓപ്ഷനിലേക്ക് എനിക്ക് എത്താൻ പറ്റി.
ഇനി നോക്കൂ 3ഉം 4ഉം ശരിയാണോ നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ആൻഡ് കർണാടക ആർ ദി സ്റ്റേറ്റ്സ് വിത്ത് ഹയസ്റ്റ് സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് കപ്പാസിറ്റി ഇൻ ഇന്ത്യ. ഈ മൂന്നെണ്ണത്തിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ ഡൗട്ടൊന്നും ഉണ്ടാവില്ല. ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്. കാരണം നമ്മൾ പഠിക്കുന്ന ഏത് NCERT എടുത്താലും ഏത് പുസ്തകം എടുത്താലും എന്താ, മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ഡെപ്പോസിറ്റ്സ് ഉള്ളതും ഏറ്റവും വലിയ ഇൻഡസ്ട്രീസ് ഉള്ളതും എല്ലാം ആ ഒരു ഏരിയയിൽ അല്ലേ, നമ്മൾ ഈസ്റ്റേൺ ഇന്ത്യയുടെ എസ്പെഷ്യലി ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനകത്ത് കർണാടക മാത്രമായിരിക്കും പലർക്കും ഡൗട്ട്. പക്ഷേ കർണാടകയിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം, വലിയ മൈനുകളുണ്ട്. ബെല്ലാരി പോലൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക, വലിയ മൈനുകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും അവിടെ. അപ്പോൾ കർണാടകയെ ഒഴിച്ചു നിർത്തരുത്. ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ആൻഡ് കർണാടകയാണ് ഹയസ്റ്റ് സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് കപ്പാസിറ്റി ഉള്ള സംസ്ഥാനങ്ങൾ. ആൻഡ് ഫോർത്ത് വൺ നോക്കൂ, സെക്കൻഡറി സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ഡൊമസ്റ്റിക് സ്റ്റീൽ പ്രൊഡക്ഷൻ ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ എന്താണ് സെക്കൻഡറി സ്റ്റീൽ പ്രൊഡക്ഷൻ? ഇതിനെക്കുറിച്ച് ഈയിടെ വേറെ ന്യൂസ് ഉണ്ടായിരുന്നു സെക്കൻഡറി സ്റ്റീലിനെ കുറിച്ച്. സെക്കൻഡറി സ്റ്റീൽ ബേസിക്കലി സ്ക്രാപ്പിൽ നിന്നുണ്ടാക്കുന്നതാണ്. മനസ്സിലായില്ലേ? സ്ക്രാപ്പ് സ്റ്റീലിൽ നിന്നും യൂസ്ഫുൾ സ്റ്റീലിലേക്ക് കൺവേർഷൻ നടത്തുന്ന ആ പ്രൊഡക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി സ്റ്റീൽ പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് കൂടുതലായിട്ടും അങ്ങനത്തെ സെക്കൻഡറി സ്റ്റീൽ കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്കൊക്കെയാണ്. നമ്മൾ വീടിനൊക്കെ മറ്റേ സ്റ്റീൽ കമ്പി മേടിക്കത്തില്ലേ, അപ്പോൾ അത് കൂടുതലും ഈ പറയുന്ന സെക്കൻഡറി സ്റ്റീലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സ്റ്റീൽ പ്രൊഡക്ഷൻ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സ്റ്റീൽ പ്രൊഡക്ഷന് വലിയൊരു ഭാഗം, ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതിയല്ലോ. നമ്മുടെ കൺസ്ട്രക്ഷൻ ജോലിക്കൊക്കെ വരുന്ന സ്റ്റീൽ കമ്പി എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റീലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് വലിയ സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ടാവത്തില്ലേ അതിന്? തീർച്ചയായിട്ടും ഉണ്ട്. സോ ദാറ്റ് മീൻസ് 3 and 4 are true and 1 and 2 are false. സോ ഇന്ത്യ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ അല്ല. ഇന്ത്യ 2018-ൽ ജപ്പാനെ സർപ്പാസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റീൽ പ്രൊഡ്യൂസറായി മാറി. ക്ലിയർ ആയോ? ഇന്ത്യയാണ് വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റീൽ പ്രൊഡ്യൂസർ. അപ്പോൾ 2018 മുതൽ നമ്മൾ ആ ഒരു പൊസിഷനിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റീൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന നിലയിൽ. അടുത്ത് നോക്കൂ, ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ അണ്ടർ GST ഈസ് ആപ്ലിക്കബിൾ ഇൻ ദി സെയിൽസ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കേസസിലാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ, GSTക്കകത്തുള്ളതാണല്ലോ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ, അത് ആപ്ലിക്കബിൾ ആവുന്ന ഇതിൽ ഏതൊക്കെ കേസസിലാണ് എന്നാണ് ചോദ്യം. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്താണെന്നല്ല ചോദ്യം, അത് ഇതിൽ ഏതൊക്കെ കേസിൽ ആപ്ലിക്കബിൾ ആണ്. സോ ആപ്ലിക്കേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് വേണം, നമുക്ക് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. GSTയുടെ എല്ലാ കാര്യങ്ങളും ഒരു 1 ലൈനിലെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം പ്രിലിംസിലും മെയിൻസിലും ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ GSTയിലെ എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. എന്താണിതെന്ന് ചോദിച്ചാൽ ഒറ്റ വരിയിൽ മറുപടി കൊടുക്കാൻ തക്ക രീതിയിലെങ്കിലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അറിവുണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പം HSN എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനൊക്കണം ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ആണ്. അപ്പോൾ അങ്ങനെ GST എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചെറിയൊരു അറിവ് നമുക്കുണ്ടാവുന്നത് വളരെ നല്ലതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറും കയറി വരിക. അപ്പോൾ ഇത് എന്താണ് എന്നറിയാതെ, അതായത് സബ്ജക്റ്റ് എന്താണെന്നറിയാതെ ഒരിക്കലും അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാനൊക്കത്തില്ല, അല്ലേ? സബ്ജക്റ്റ് എന്താണെന്നറിയാതെ ഒരിക്കലും നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി, നിങ്ങൾ എക്സാം ഹാളിൽ കയറുമ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകാത്ത, എന്നാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏരിയകളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. സോ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ നമ്മുടെ മനസ്സിങ്ങനെ വെമ്പലി കൊള്ളും, അല്ലേ? അയ്യോ എങ്ങനെയും ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതിനെ ട്രൈ ചെയ്യും. ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കൂളാക്കി വെച്ചുകൊണ്ട് ഒരു കോമൺ കണക്ഷൻ ഓപ്ഷൻസിൽ പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആ കോമൺ കണക്ഷൻ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതങ്ങ് ആൻസറായിട്ട് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് റിസ്ക് എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ മാത്രമല്ല, സേഫ് സോണിൽ നിന്നിട്ട് വെറുതെ അടിച്ചു കളയല്ലേ. ഓക്കെ, ആദ്യത്തെ നോക്കൂ, എക്സ്പോർട്സ് ഓഫ് ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ടു അതർ കൺട്രീസ്. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത ടെക്സ്റ്റൈൽസ് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ, ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് യൂസിങ് ഇമ്പോർട്ടഡ് സോളാർ പാനൽസ്. മൂന്നാമത്തേത്, അൺപാക്ഡ് ഫുഡ് ഗ്രെയിൻ സോൾഡ് ബൈ എ ഫാമർ ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. മൂന്നിലും കണക്ഷൻ ഒന്നും കണ്ടുപിടിക്കാൻ ഒരു നോർമൽ ഈ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ടോപ്പിക് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിനെ കുറിച്ച് അറിയാത്ത ഒരാളിന് കണക്ഷൻ കിട്ടത്തില്ല. കാരണം ആ ലെവലിലാണ് ഓരോന്നും സാധനങ്ങളും കിടക്കുന്നത്. അപ്പോൾ GSTയെ കുറിച്ച് നല്ലൊരു അറിവുള്ള ഒരാൾക്ക് മാത്രം,
അതായത് ആസ്പിരന്റിന് വേണ്ട അറിവുള്ള ആ ലെവലിലേക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാനൊക്കത്തുള്ളൂ. സോ ആദ്യം നമ്മൾ എന്താണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്താണെന്ന് കാണണം. ആ പേരിൽ കിടപ്പുണ്ട് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. അതായത് ഇൻപുട്ടുകളുടെ GST ഔട്ട്പുട്ടിന്റെ GSTയെക്കാളിലും കൂടുതലാണ് എന്ന് കരുതുക. മനസ്സിലായില്ലേ? അതായത് ഇൻപുട്ട് GST ഈസ് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് GST. അതായത് റോ മെറ്റീരിയൽസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷർട്ട്, ഒരു കോട്ടൺ ഷർട്ട്. അപ്പോൾ കോട്ടൺ ഷർട്ട് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം കോട്ടൺ വേണം അല്ലേ? അപ്പോൾ കോട്ടൺ മേടിക്കാനായിട്ട് ഒരു 18% GST കൊടുത്തു എന്ന് കരുതുക. ആ കോട്ടൺ വെച്ചുണ്ടാക്കിയ ഷർട്ടിന് 5% GST ഉള്ളൂ എന്ന് കരുതുക. മനസ്സിലായോ? അതായത് കോട്ടണിന് 18% GST ഉണ്ട്. അത് വെച്ചുണ്ടാക്കുന്ന ഷർട്ടിന് 5% GST ഉള്ളൂ. അതായത് ഇൻപുട്ടിന് കൂടുതലും ഔട്ട്പുട്ടിന് കുറവും GST ആണെങ്കിൽ ഈ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. ക്ലിയർ ആയോ? ഇൻപുട്ടിന്റെ GST ഔട്ട്പുട്ടിന്റെ GSTയെക്കാളും കൂടുതലാണെങ്കിൽ ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. ഇനി നിങ്ങൾ നോക്കൂ, ഓരോന്നിലേക്ക് പറയാം. എക്സ്പോർട്ട് ഓഫ് ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ടു അതർ കൺട്രീസ്. സ്വാഭാവികമായിട്ടും എന്താണ്, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സാധനത്തിന് എന്തായാലും നമ്മൾ എന്താണ് ഒരു എമൗണ്ട്, പർട്ടിക്കുലർ എമൗണ്ട് GST അടച്ചിരിക്കണം. വേണ്ടേ? അത് എത്രയാണ് എന്ന് നമ്മൾ അറിയണം എന്നില്ല. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് GST അടച്ചിരിക്കണം. പക്ഷേ ഈ എക്സ്പോർട്ട് എന്താണ്? ഈ എക്സ്പോർട്ട് GST വരുമ്പോൾ ഇറ്റ്സ് സീറോ റേറ്റഡ് ആണ് അല്ലേ? ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്തിന്റെ എക്സ്പോർട്ടാണ്? ഇറ്റ്സ് സീറോ റേറ്റഡ് അണ്ടർ GST. GST പ്രകാരം അതിന് 0% ആണ് അതിന്റെ GST. ക്ലിയർ ആയോ? 0% GST ആണ് എക്സ്പോർട്ടുകൾക്ക് മുകളിൽ. അപ്പൊ അതാണ് അവിടുത്തെ ആ പോയിന്റ്. എക്സ്പോർട്ടിന് 0 ആണ് എന്ന് നമുക്കറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. അപ്പൊ എക്സ്പോർട്ടിന് 0, എന്തായാലും മാനുഫാക്ചറിങ്ങിന്റെ ഇൻപുട്ടിന് അറ്റ്ലീസ്റ്റ് 5% എങ്കിലും കൊടുത്തിട്ടുണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പം ഇൻപുട്ടിനേക്കാളിലും കൂടുതൽ ഇൻപുട്ടാണ് കൂടുതൽ, ഔട്ട്പുട്ട് കുറവാണ്. സോ ആദ്യത്തേത് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൽ പെടും. രണ്ടാമത്തെ നോക്കൂ, ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് യൂസിങ് ഇമ്പോർട്ടഡ് സോളാർ പാനൽ. ഇമ്പോർട്ട് ചെയ്യുന്ന സോളാർ പാനലിന് എന്താണ്? GST ഉണ്ട്. പക്ഷേ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് യൂസിങ് സോളാർ എന്താണ്? സോളാർ ഇലക്ട്രിസിറ്റിക്ക് GST ഇല്ല. മനസ്സിലായോ? സോളാർ ഇലക്ട്രിസിറ്റിക്ക് GST ഇല്ല. സോ അവിടെയും അത് 0 ആണ്, ഇൻപുട്ടിന് കൂടുതലാണ്. അതായത് എന്ത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും GSTക്കകത്ത് പെടും. അപ്പം നമ്മൾ പല കാര്യങ്ങൾ GSTയുടെ അറിഞ്ഞാൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാനൊക്കത്തുള്ളൂ. അടുത്ത് നോക്കൂ, അൺപാക്ഡ് ഫുഡ് ഗ്രെയിൻസ് സോൾഡ് ബൈ എ ഫാർമർ ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. സ്വാഭാവികമായിട്ടും കെമിക്കൽ ഫെർട്ടിലൈസറിന് എന്തുണ്ട് ഇന്ത്യയിൽ? GST ഉണ്ട്. അപ്പൊ ഇൻപുട്ട് കോസ്റ്റ് വലുതാണ്. അൺപാക്ഡ് ഫുഡ് ഗ്രെയിൻ എന്താണ്? GST ഇല്ല. അപ്പം ഔട്ട്പുട്ടിന് GST ഇല്ല, ഇൻപുട്ടിന് എന്തുണ്ട്? GST ഉണ്ട്. സോ ദാറ്റ് മീൻസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ട്രൂ. സോ 1, 2 ആൻഡ് 3 മൂന്നും ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിന് കീഴിൽ വരുന്നതാണ്. ഇപ്പൊ മനസ്സിലായോ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ എങ്ങനെയാണ് UPSC ചോദിക്കുകയെന്നും എന്തുകൊണ്ടാണ് എക്കണോമിയിൽ നിന്നും അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാകുക എന്നും മനസ്സിലായോ? നോക്കൂ, ഈ കൊടുത്തേക്കുന്ന സാധനങ്ങൾക്കൊന്നും ഇന്ത്യയിൽ റൈറ്റ് നൗ GST ഇല്ല. അതൊന്ന് നോക്കി വെക്കുക. ഓൾറെഡി UPSC ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിന് ഏതിനൊക്കെ GST ഇല്ല എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം GST കൃത്യമായിട്ട് ഒന്നുകൂടെ പഠിച്ചു വെക്കുക. കാരണം GSTയിൽ വീണ്ടും ഒരു വലിയൊരു റിവാമ്പ് നടന്നത് കാരണം GSTയിൽ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. Consider the following statements. National Designated Authority is a mandatory requirement under the provisions of the 2015 Paris Agreement to enable carbon emissions trading regime. First statement തന്നെ നോക്കിക്കേ. നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്നത് പാരീസ് അഗ്രിമെന്റ് പ്രകാരം ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ് എന്ന് പറയുന്നു. അപ്പൊ തെറ്റാനുള്ള സാധ്യത കൂടുതലുള്ളത് ഇവിടെയാണ് അല്ലേ? മാൻഡേറ്ററി എന്ന് പറയുന്ന വാക്കിലാണ് കൂടുതൽ തെറ്റാനുള്ള സാധ്യത. പാരീസിൽ അത്ര സാധ്യതയൊന്നും ഇല്ല.
അപ്പം നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഒരു മാൻഡേറ്ററി അതോറിറ്റി ആണോ എന്ന് നമ്മൾ അറിയണം. അത് വായിച്ചിട്ടുള്ള ഒരാൾക്ക് അത് അറിയാനുള്ള സാധ്യതയുള്ളൂ. നെക്സ്റ്റ് വൺ നോക്കൂ. പാരീസ് എഗ്രിമെന്റ് എനേബിൾസ് യൂസ് ഓഫ് കാർബൺ മാർക്കറ്റ് മെക്കാനിസം ത്രൂ ആർട്ടിക്കിൾ 6. ആർട്ടിക്കിൾ 6 പ്രകാരം കാർബൺ മാർക്കറ്റ് മെക്കാനിസം കൊണ്ടുവരാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും പാരീസ് എഗ്രിമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ആർട്ടിക്കിൾ 6നെ കുറിച്ച് കൂടുതൽ വായിച്ചിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ. ആൻഡ് തേർഡ് വൺ, നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി സെർവ്സ് ആസ് ദി ഇന്റർഫേസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട്. സോ 3 സ്റ്റേറ്റ്മെന്റും എന്താണ്? നമുക്ക് പാരീസ് എഗ്രിമെന്റിനെ കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. 2015 പാരീസ് എഗ്രിമെന്റ് എന്താണ്? നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്താണ്? നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്താണ്? ആർട്ടിക്കിൾ 6 എന്താണ്? നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി റൈറ്റ് നൗ ന്യൂസിലുണ്ടായിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കടന്നു വരിക. പക്ഷേ ആർട്ടിക്കിൾ 6 അങ്ങനെയല്ല. ആർട്ടിക്കിൾ 6 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, എത്ര ന്യൂസ് പേപ്പർ എടുത്തു നോക്കിയാലും, എത്ര എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാഗസിൻസ് എടുത്തു നോക്കിയാലും, അവിടെയൊക്കെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ആർട്ടിക്കിൾ 6നെ കുറിച്ച് വലിയ രീതിയിൽ എന്തുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ആർട്ടിക്കിൾ 6 നമ്മുടെ കണ്ണിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആസ് എൻ ആസ്പിരന്റ് അത് നമ്മളുടെ കുഴപ്പമാണ്, നമ്മളത് പരിഹരിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? അത് പരിഹരിക്കണം എത്രയും വേഗം. കാരണം അടുത്ത മെയിൻസിൽ വേണമെങ്കിൽ അതിനെക്കുറിച്ചൊരു ചോദ്യം വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. സോ ആർട്ടിക്കിൾ 6 ഞാൻ എടുത്തു പറയാം. ആർട്ടിക്കിൾ 6 പ്രകാരം കാർബൺ മാർക്കറ്റ് മെക്കാനിസം കൊണ്ടുവരണം എല്ലാ രാജ്യങ്ങളും. അതായത് കാർബൺ ട്രേഡിംഗ് കൊണ്ടുവരണം എന്നുള്ള ആ കാര്യമാണ് ആർട്ടിക്കിൾ 6ൽ പറയുന്നത്. അപ്പം എന്താണ് കാർബൺ ട്രേഡിംഗ്? കാർബൺ ട്രേഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു രാജ്യം, ഇപ്പം ഇന്ത്യ പറയുകയാണ്, ഇന്ത്യ ഓരോ ഇൻഡസ്ട്രികൾക്കും ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഒരു വർഷം നിങ്ങൾ ഇത്ര ടൺ കാർബൺ പ്രൊഡക്ഷൻ മാത്രമേ ഉണ്ടാകാവൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതിൻ്റെ നില പിടിച്ചു നിർത്തുക, ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുക, ഇതൊക്കെയാണല്ലോ ലക്ഷ്യം. അപ്പോൾ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലോകത്തുള്ള ഇപ്പോഴത്തെ ഒരു ആവശ്യം. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ ഒരു രാജ്യം, ആ രാജ്യത്തെ ഇൻഡസ്ട്രികൾക്ക് ഓരോരുത്തർക്കും ഡിഫറൻറ്റ് ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്ന് കരുതുക. ഇപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയോട് പറയുന്നത്, നിങ്ങൾ ഒരു വർഷം ഇത്രയും കാർബൺ മാത്രമേ കാർബൺ എമിഷനെ നടത്താൻ പാടുള്ളൂ, അതിന് മുകളിൽ പാടില്ല. അടുത്ത ഇൻഡസ്ട്രിയോട് പറയുന്നത് നിങ്ങൾ ഇത്ര മാത്രമേ പാടുള്ളൂ. അപ്പം ഇതിൽ കുറേയൊക്കെ ഇൻഡസ്ട്രീസ് എന്തെടുക്കും, ഈ ലിമിറ്റിനുള്ളിൽ നിർത്തി തന്നെ പ്രൊഡക്ഷൻ നടത്തും, അല്ലേ? സോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാക്കി സാധനം ഇരിക്കുക, ഏത് കാർബൺ ക്രെഡിറ്റ് ബാക്കി ഇരിക്കുക. ഇപ്പം ഒരു കമ്പനിയോട് പറയും, നിങ്ങൾ ഒരു വർഷം 100 ക്രെഡിറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂ, അല്ലെങ്കിൽ 100 ടൺ കാർബൺ പ്രൊഡക്ഷൻ മാത്രമേ നടത്താവൂ എന്ന് കരുതുക. ആ കമ്പനി നല്ല ഗ്രീൻ മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്ത് 50 ടണ്ണ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ബാക്കി 50 ടണ്ണിനുള്ള ഒരു സാധനം അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. മനസ്സിലായില്ലേ? 50 ടണ്ണും കൂടെ വേണമായിരുന്നെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നിയമപരമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ആ ഒരു ക്രെഡിറ്റ് അവരുടെ കയ്യിലുണ്ട്. ഇനി മറ്റൊരു കമ്പനി 100 മാത്രമേ നിങ്ങൾ എമിറ്റ് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ 125 100 മുകളിലേക്ക് അവർക്ക് എമിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി എന്ന് കരുതുക. അപ്പോൾ ആദ്യം പറഞ്ഞ കമ്പനിയിൽ 50 ബാക്കി കിടപ്പുണ്ടല്ലോ, അതവർക്ക് പർച്ചേസ് ചെയ്യാം. മനസ്സിലായോ? അതായത് ക്രെഡിറ്റ് ബാക്കിയുള്ളവൻ്റെ കയ്യിൽ നിന്നും ക്രെഡിറ്റ് തീർന്നു പോയ ആളിന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തെടുക്കും, ടോട്ടൽ എക്കണോമിയിൽ എന്താണോ ആ രാജ്യം സെറ്റ് ചെയ്തേക്കുന്ന കാർബൺ എമിഷൻ അതിനുള്ളിൽ നിർത്താൻ എല്ലാവരെ കൊണ്ടും പറ്റും. ഇതാണ് കാർബൺ മാർക്കറ്റ് മെക്കാനിസം. ഇത് പാരീസ് എഗ്രിമെന്റ് ആർട്ടിക്കിൾ 6ൽ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഏജൻസിയാണ് എന്ത്, നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ മാൻഡേറ്ററി റിക്വയർമെന്റ്. നിങ്ങൾ പഠിച്ചിരിക്കണം, നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. ഇന്ത്യ റൈറ്റ് നൗ അങ്ങനെ ഒരു നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ ഫോം ചെയ്തു. അങ്ങനെയാണത് ന്യൂസിൽ വരുന്നത്. ആൻഡ് നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി സെർവ്സ് ആസ് ദി ഇന്റർഫേസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട്. ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടും ഇതിനോട് ചേർന്ന് നിലവിൽ വന്നിരിക്കുന്ന ഒരു ഫണ്ടാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ
ഈ പറയുന്ന ഒരു എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടാണ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട്. അത് പാരീസ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ഇന്ത്യക്കും ആ ഫണ്ടിനും, ഇന്ത്യക്കൊന്നല്ല ഏതൊരു രാജ്യത്തിനും ആ ഫണ്ടിനും ഇടയിലുള്ള ആ ഇന്റർഫേസ് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആണ്. ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഇറ്റ്സ് എ 21 മെമ്പർ കമ്മിറ്റി. അപ്പം ഇന്ത്യയുടെ നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ 21 മെമ്പർ കമ്മിറ്റി ഹെഡഡ് ബൈ സെക്രട്ടറി ഓഫ് എൻവയോൺമെന്റൽ മിനിസ്ട്രി. ഇപ്പൊ എൻവയോൺമെന്റൽ മിനിസ്ട്രിയുടെ സെക്രട്ടറി ഹെഡ് ചെയ്യുന്ന ഒരു 21 മെമ്പർ അതോറിറ്റിയാണ് നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് മറ്റ് മിനിസ്ട്രികളിൽ നിന്നും നീതി ആയോഗിൽ നിന്നും ഒക്കെയുള്ള മെമ്പേഴ്സ്, ഒഫീഷ്യൽസിനെ ഇതിൽ മെമ്പർമാരായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയിരിക്കണം. സോ 1, 2, 3 ആർ റൈറ്റ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസ് വരും, നിങ്ങൾ ശ്രദ്ധിക്കണം.